ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചില സാഹചര്യങ്ങളിലൊക്കെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോവാറുണ്ട് അല്ലെ. അതായത് ഒരു രീതിയിലും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ബ്രേക്കപ്പ് സംഭവിക്കും. പക്ഷേ അത്തരത്തിലൊരു സിറ്റുവേഷൻസിൽ ഒരു മെന്റലി ഡൗൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡൗൺ സ്റ്റേജിലേക്ക് പോവാതെ നമുക്ക് നമ്മളെ തന്നെ സേവ് ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് 333 റൂള് ഫോളോ ചെയ്യുക എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എന്താണ് ഈ റൂള് എന്നും അതെങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നോക്കാം. ഒന്നാമതായിട്ട് ഈ റൂളിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം 3 days ഫോർ ഇമോഷണൽ റിലീസ്. അതായത് 3 ദിവസം നമ്മൾ നമുക്ക് തന്നെ അലോ ചെയ്യുക ഈ ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പൊ റിലേഷൻഷിപ്പിലാണ്, അത് ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അത് ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു കാര്യം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പല ഇമോഷൻസ് ആയിരിക്കും നമുക്ക് അവിടെ ഉണ്ടായിരിക്കുക. ചില ആളുകൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ചില ആളുകൾ എന്താണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്നുകൂടി റീക്യാപ്പ് ചെയ്യുന്നൊരു രീതിയിലായിരിക്കാം. അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും, വിഷമത്തിലേക്ക് പോകുന്ന ആളുകളുണ്ടായിരിക്കും. ഇങ്ങനെ പല മിക്സഡ് ഇമോഷൻസ് ആയിരിക്കും അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അങ്ങനെയുള്ള ഇമോഷൻസിനെയൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 days നമുക്ക് തന്നെ കൊടുക്കുക. ആ ഒരു 3 ദിവസത്തിൽ നിങ്ങൾക്ക് എല്ലാ ഇമോഷൻസും മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല, പക്ഷേ ആ ഒരു കാര്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷോക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു കാര്യം ഇല്ലാതെ അതിനെ കൃത്യമായ അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ട് ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. അപ്പൊ ആദ്യം 3 days ഈ ഒരു ഇമോഷണൽ റിലീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് 3 weeks ഫോർ നോ കോണ്ടാക്ട്. ഈ ഒരു പോയിന്റ് നോക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ആവശ്യമുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യാം. ഇനി രണ്ടാമതായിട്ട് ഫോളോ ചെയ്യേണ്ടത് ഇതാണ്, നോ കോണ്ടാക്ട് ഫോളോ ചെയ്യുക. അതായത് 3 weeks ഫോർ നോ കോണ്ടാക്ട്. ഒരു 3 weeks എങ്കിലും എന്ത് ചെയ്യാം, നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുക. പല ആളുകളും ഫെയിലായി പോകുന്നത് ഈ ഒരു പീരിയഡിലായിരിക്കും. നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യും, പക്ഷെ ഏത് നിമിഷമാണെങ്കിലും അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിൽ പല കാര്യങ്ങൾ കൊണ്ട് അത് ബ്രേക്ക് ആയി പോകുന്ന ആളുകളും ഉണ്ട്. സോ നിങ്ങൾ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്യുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രവൃത്തികൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. ഇനി മൂന്നാമത്തേതാണ് 3 months ടു റീബിൽഡ്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നേരത്തെ 2 സ്റ്റെപ്പിലും നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തി ഇല്ലാത്ത ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട്. ഇനി നിങ്ങളെ തന്നെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. പുതിയ പുതിയ ആക്ടിവിറ്റീസ് ഒക്കെ ലൈഫിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുക. സോ ഇത്തരത്തിൽ നിങ്ങളിലേക്ക് കൂടി കുറെ കൂടി കെയർ കൊടുക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുക. ഇങ്ങനെ നിങ്ങളുടെ ഒരു ഡ്രീം ലൈഫ് ഉണ്ടായിരിക്കും, അത് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുക. സോ ഇതാണ് 333 റൂൾ എന്ന് പറയുന്നത്. നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റൂൾ ഫോളോ ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്